വഴിവെട്ടി കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ശേഷിക്കുന്നത് ഒരു സംവത്സരം മാത്രം. ഈ വേളയിൽ മുടങ്ങിക്കിടക്കുന്ന പെൻഷനും ശമ്പളവും താഴ്വഴിയിലൂടെയുള്ള PSC ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പള വർധനവും കൊണ്ട് ഇനിയൊരു പിണറായി സർക്കാർ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഒട്ടും സംശയിക്കാതെ പറയാം. BJPക്ക് കേരള മണ്ണിൽ വേരോട്ടമില്ല എന്നുറപ്പിച്ചത് കൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തിയിലേക്കാണ് എല്ലാ കണ്ണുകളും എത്തി നിൽക്കുന്നത്. കോൺഗ്രസിന് ഏതൊക്കെ ജില്ലയിൽ എത്ര വീതം സീറ്റിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും 2016, 2021 വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയുടെയും ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവലോകനത്തിൽ എത്തി നിൽക്കുന്നത്. ആദ്യം തന്നെ സപ്തഭാഷാ സംഗമ നാടായ കാസർഗോഡ് UDF വിജയമുറപ്പിച്ച സീറ്റ് ഏതൊക്കെയെന്ന് നോക്കാം. 5 വീതം സീറ്റുകളുള്ള ഈ ജില്ലയിൽ മഞ്ചേശ്വരവും കാസർഗോഡും നേരത്തെ തന്നെ UDF പോക്കറ്റിൽ തന്നെ. ഇവയ്ക്ക് പുറമെ UDF വിജയിക്കുന്ന മറ്റൊരു സീറ്റ് ഉദുമയായിരിക്കും. ഇടത് കോട്ടയായ കണ്ണൂരും UDFന് ആത്മവിശ്വാസം നൽകുന്ന ജില്ല തന്നെ. ഇടിപ്പൂർ, അഴീക്കോട്, പേരാവൂർ, കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ UDF സീറ്റ് ഭദ്രമാണെന്ന് കൂടാതെ അടുത്തിരിപ്പുറപ്പിക്കാൻ സാധ്യതയുള്ള സീറ്റ് കൂത്തുപറമ്പാണ്. ചുരമിറങ്ങി ഇങ്ങ് വയനാട്ടിലേക്ക് വന്നാൽ കൈപ്പിടിയിലുള്ള കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിക്കും പുറമെ മാനന്തവാടി കൂടി പിടിച്ചെടുക്കുമെന്ന ഒരു കോൺഗ്രസ് തരംഗം കാണാനാകും. കോഴിക്കോട് കഴിഞ്ഞ തവണ UDFനെ ചതിച്ചുവെങ്കിലും ഇത്തവണ വടകരയ്ക്കും കൊടുവള്ളിക്കും അപ്പുറം കുറ്റിയാടി, കൊയിലാണ്ടി, കോഴിക്കോട് സൗത്ത്, തിരുവമ്പാടി, നാദാപുരം സീറ്റുകളിൽ UDF ഇരിപ്പുറപ്പിക്കുമെന്ന കാര്യത്തിൽ തൊല്ലും സംശയം വേണ്ട. സഖ്യബലത്തിൽ രണ്ടാമനായ മുസ്ലിം ലീഗിന്റെ ഈറ്റില്ലമായ മലപ്പുറത്ത് UDFന്റെ ഭാവി ഭദ്രം തന്നെ. 16-ൽ 14 സീറ്റും UDF തൂത്തുവാരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാൽപന്ത് കളിയുടെ നാട്ടിൽ UDFന്റെ സമ്പൂർണ്ണ വേരോട്ടം തന്നെയാണ് കണക്കുകൂട്ടലുകൾ എത്തി നിൽക്കുന്നത്. കൊണ്ടോട്ടിയും ഏറനാടും നിലമ്പൂരും വണ്ടൂരിനുമൊപ്പം മഞ്ചേരിയും പെരിന്തൽമണ്ണയും മങ്കട, മലപ്പുറം, പള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂരും കഴിഞ്ഞ് കോട്ടക്കൽ വഴി തവനൂരിലും UDFന്റെ കോട്ടയുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. പാലക്കാട് ജില്ലയിലേക്ക് നോക്കിയാൽ പാലക്കാടും മണ്ണാർക്കാടും സീറ്റുകൾക്ക് പുറമെ ത്രിതല, പട്ടാമ്പി, ഷൊർണൂർ, നെന്മാറ, ചിറ്റൂർ സീറ്റും UDF പിടിച്ചെടുക്കാനുള്ള വഴി തെളിഞ്ഞു വരികയാണ്. തൃശൂര് ഒരു പൊടിപൂരം കാഴ്ചവെക്കാനാണ് UDF ഇത്തവണ ഇറങ്ങുന്നത്. പഴിചാരലും തൊഴുത്തിക്കുത്തിലും മാറ്റി നിർത്തി നല്ലൊരു നേതൃത്വ മാറ്റമുണ്ടായാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെയൊന്നും ഉണ്ടാകാതെ ഒരു തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, വടക്കാഞ്ചേരി എന്നിവ ചാലക്കുടിക്കൊപ്പം ഒറ്റ വലിയിലിങ്ങ് പോരും. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയഞരമ്പ് കുടിവാണിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. പെരുമ്പാവൂർ, പറവൂർ, കളമശ്ശേരി, അങ്കമാലി, ആലുവ, കൊച്ചി, തൃപ്പൂണിത്തുറ, എറണാകുളം, തൃക്കാക്കര, കുന്നത്തുനാട്, പിറവം, മൂവാറ്റുപുഴ, കോതമംഗലം എന്നീ സീറ്റുകൾ UDF ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നിലവിൽ 5 സീറ്റുകളുള്ള ഇടുക്കിയിൽ UDF നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തൊടുപുഴയ്ക്ക് പുറമെ ദേവികുളം, പീരിമേട്, ഇടുക്കി എന്നീ സീറ്റുകളിൽ UDF വിജയം ഉറപ്പ്. കഴിഞ്ഞ തവണ ഹരിപ്പാട് ഒഴിച്ച ബാക്കി എല്ലായിടത്തും വൻ തിരിച്ചടി നേരിട്ടുവെങ്കിലും ഇത്തവണ അതിനെയൊക്കെ മാറ്റിമറിച്ച കുട്ടനാട്, ആലപ്പുഴ, കായംകുളം, ചെങ്ങന്നൂർ എന്നീ മണ്ഡലങ്ങൾ തിരിച്ച് UDF കോളത്തിൽ സ്ഥാനം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അക്ഷരനഗരി എന്നും UDF കോട്ട തന്നെയാണ്. ഇവിടെ പാല, കടുത്തുരുത്തി, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കോട്ടയം, പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങളിലെ വിജയം 100% ഉറപ്പ് തന്നെ. തിരുവല്ല, ആറന്മുള, കോന്നി, അടൂർ എന്നിവ പിടിച്ചെടുത്തുകൊണ്ട് പത്തനംതിട്ടയിൽ ഒരു ഗംഭീര തിരിച്ചുവരവാണ് UDF നടത്താൻ പോകുന്നത്. കരുനാഗപ്പള്ളിക്കും കുണ്ടറയ്ക്കും പുറമെ കൊല്ലം, ചവറ, കുന്നത്തൂർ പിടിച്ചെടുത്തുകൊണ്ട് ഇനിയൊരു 5 കൊല്ലം കൊല്ലത്തിന് UDF തന്നെ. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ത്രികോണ മത്സരം മുൻകൂട്ടി കാണേണ്ട ജില്ലയാണ് തിരുവനന്തപുരം. കോവളത്തിന് പുറമെ തിരുവനന്തപുരം, അരുവിക്കര, പാറശാല, വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളിൽ വിജയക്കൊടി പാറിക്കാൻ UDF തയ്യാറായി കഴിഞ്ഞു. കുറഞ്ഞത് ഒരു 85 സീറ്റുകളും UDF ഉറപ്പിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ. ഈ വർഷാവസാനം നടക്കുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പോടെ വ്യക്തമായ ചിത്രം നമുക്ക് കിട്ടും.